മൂത്തവൻ 5 ഇളയവന് 2 വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ. വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ അവര് വളർന്നു വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിടോ. പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാം, ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുതലാളി വിശ്വാസം. അതെ അതെ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാപ്പിണ്ണാക്കും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്തതെന്തിനാ? നാളെ രാവിലെ അത് പാല് തരുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? അതേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ? അയ്യോ തെറ്റി, അങ്ങനെയല്ല അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ച് തെറ്റി. പറഞ്ഞതാണ് ശരി. എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു എന്നിരിക്കട്ടെ. 3-4 വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ, എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ? അന്ന് അവരിതുപോലെ കാല് മടക്കി ഒരു ചവിട്ട് തന്നാൽ അതിനൊരു 5-6 കിഡ്നിയും ഹാർട്ടും ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോരെ, ആവശ്യമുള്ളപ്പെടുത്ത് ഉപയോഗിക്കാമല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. ഈ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അവിടെ സംസാരിക്കാൻ പോലും അറിയില്ല മുതലാളി. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണക്കാരിയല്ലേ, അത് നടക്കട്ടെ. എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം. പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കയറ്റു. അതും മാത്രല്ല, നല്ല സ്ത്രീധനവും വേണം. ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാനെതിരാ. സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം തന്റെ വീട്ടിൽ 10 പൈസ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂത്ത 2 ചേച്ചിമാരും താഴെയുള്ള അനീത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴോട് നിൽക്കണേ. താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ. തന്റെ അനീത്തി വേണ്ടട്ടോ. ഞാനിതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു. നീതിദേവത തുണയ്ക്കട്ടെ. ഒക്കെ കേട്ടല്ലോ. ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടോ നിന്റെ കാമുകിക്ക്? ഉണ്ടെന്നേ. തറവാടൊന്നും ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കും ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ മോളാ. അതൊരു പ്ലസ് പോയിന്റാ. എന്താ അവിടെ തന്തയുടെ പേര്? തന്നായിരുന്നു. പേര് കേട്ടിട്ട് തറവാടിയാണെന്ന് തോന്നുന്നു. എന്താ തൊഴില്? ജൗളിക്കട. ഗൗളിക്കടയോ? ഗൗളിക്കടയല്ല, ജൗളിക്കട, അതായത് ടെക്സ്റ്റൈൽ ഷോപ്പ്. അത് കുഴപ്പമില്ലല്ലോ. എവിടാ അത്? നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാ. സഹായവല 15 രൂപയ്ക്ക് 3, വെറും 3 15 രൂപ മാത്രം. മടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട, കടന്നു വരൂ 12 എടുത്താൽ 3 ചട്ടി ഫ്രീ. കടന്നു വരൂ 15 രൂപയ്ക്ക് 3, വെറും തയ്യക്കൂലി മാത്രമേ ആകുന്നുള്ളൂ. തുണിവല ഫ്രീ. എന്തിനാണ് സാറേ ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നത്? സാറിന്റെ സൈസിലുള്ള ചട്ടി ലോകത്ത് ഒരു കടയിലും കിട്ടില്ല. പക്ഷെ എന്റെ കയ്യിൽ സുലഭം. സാർ ഇട്ട് നോക്കിയിട്ട് കാശ് തന്നാൽ മതി. ഒരിക്കൽ ഇട്ടാ പിന്നെ ഊരാൻ തോന്നൂല സാറേ. ഇട്ടാൽ എന്തൊരു കുളിർമ. ചട്ടിയിട്ടുണ്ട് നന്മ ചെയ്യൂ സാറേ. എന്താ സാറേ കോലം നാട്ടി അവരെ വിളിച്ചു നോക്കുന്ന? ചട്ടിയും പെണ്ണിട്ട് ശീലമില്ലെങ്കിൽ കച്ചവടത്തിന് മാർഗതടം സൃഷ്ടിക്കാതെ ഇറങ്ങിയില്ലേ സാറേ? കളർഫുൾ ചട്ടി വരെ. പരമാനന്ദൻ നായരല്ലേ? പരമാനന്ദൻ നായര് തന്നെ. അല്ലാതെ ഇടപെട മക്കള് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ? ജാതി കുഴപ്പമില്ല, ബാക്കിയൊക്കെ കുഴപ്പാ. എന്ത് കുഴപ്പം? താനെന്താ പിച്ചിമ്പേയും പറയുന്നേ? അല്ല, നിങ്ങളുടെ ജൗളിക്കട തപ്പി നടന്ന് കുഴപ്പത്തിലായി എന്ന് പറയായിരുന്നു. എന്തിനാ തപ്പി നടന്നത്? ചട്ടി വേണോ? ഹേയ്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഓണത്തിന് മതി. നിങ്ങളുടെ മകൾ പൗർണമിക്ക് വിവാഹാലോചനയുമായി വന്നതാ ഞാൻ. ബ്രോക്കറാണല്ലേ? രാത്രി 8 മണിക്ക് ശേഷം നീ വീട്ടിലോട്ടോ, കാര്യമായിട്ട് സംസാരിക്കാം. ജട്ടി വരെയും 12 എടുത്താൽ 3 ചട്ടി ഫ്രീ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛൻ എന്നെ ബ്രോക്കറാക്കി, ഞാനത് സഹിച്ചു. ഇപ്പോഴാ ചെറ്റ നാറി ജട്ടിക്കച്ചവടക്കാരെ കൂടെ എന്നെ ബ്രോക്കറാക്കാന്ന് വെച്ചാൽ കേസ് കൊള്ളന്നേ ഉള്ളൂ. ഞാനും BL പാസ്സായ ഒരു അഡ്വക്കറ്റാ. ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തിൽ കെട്ടരുതേ. ഒരുപാട് മെലിഞ്ഞു കഴിഞ്ഞ തൊഴുത്തി കെട്ടുന്നല്ലേ വക്കീലെ നല്ലത്? വക്കീൽ ഇങ്ങോട്ട് വന്നേ. അറിയില്ലല്ലോ. വക്കീലെ ഒറ്റ നോട്ടത്തിൽ കണ്ട ദല്ലാളാണെന്ന് തോന്നുന്നു. അത് ഞാനും സമ്മതിച്ചു. പക്ഷെ കല്യാണ ദല്ലാളല്ല, നിയമദല്ലാൾ, ലാ ബ്രോക്കർ. എന്ത് ബ്രോക്കർ ആണെങ്കിലും ശരി, വക്കീൽ എങ്ങനെങ്കിലും കല്യാണം നടത്തി തരണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലെന്നാ. അതൊരു ലോകതത്വ. അതാ നിങ്ങൾ തെറ്റിച്ചത്. 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്താമെന്ന് വേറൊരു ലോകതത്വമുണ്ട്. അതാ വക്കീലെ ഞങ്ങൾ ഫോളോ ചെയ്തത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിൽ കള്ളത്തരം കാണിക്കാൻ ഞാനില്ല. അതിനൊരു ദാരുണ രക്തസാക്ഷിയാണ് ഞാൻ.
വക്കീലിന് എന്ത് പറ്റി? ഉള്ളത് പുറത്ത് കാണിക്കാതെ മൂടി വെച്ചാ എന്റെ കല്യാണം നടത്തിയത്. പക്ഷെ പിറ്റേ ദിവസം അവൾ ഡൈവേഴ്സ് നോട്ടീസുമായി കോടതിയിലെത്തി. കല്യാണത്തിന് ശേഷം വക്കീൽ മൂടി വെച്ചോണ്ടിരുന്ന? അല്ല, തുറന്നു കാണിച്ചു. അതല്ലേ കുഴപ്പമായത്. ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്ക വയ്യാതെ ഞാൻ എന്റെ ഷർട്ടൊന്ന് അഴിച്ചു. ഡീം. അത്രയും നേരം വാതോരാതെ സംസാരിച്ചിരുന്നവൾ പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിറ്റേന്ന് ഞാൻ കണിയേണ്ടത് വക്കീൽ നോട്ടീസാ. ദാമ്പത്യ ജീവിതത്തിൽ ശരീരത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ അന്ന് ആ കുട്ടികളെ മനസ്സിലാക്കിയത്. വക്കീലിന്റെ ജീവിതം വഴിയാധാരമായെന്ന് വെച്ച് എന്റെ ജീവിതം അതുപോലെ ആവുമെന്ന് വക്കീൽ കരുതരുത്. ഒരു പെണ്ണ് വന്നാലേ അച്ഛനെ ഒതുക്കാൻ പറ്റുമെന്ന് വക്കീൽ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്തൊക്കെ ആയാലും ഒരു ജട്ടിക്കച്ചവടക്കാരന്റെ മകളെ എന്റെ നിന്നെ കൊണ്ട് കെട്ടിക്കും തോന്നുന്നുണ്ടോ? വക്കീലേ, പെണ്ണിന്റെ അച്ഛൻ പരമാനന്ദ നായർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അതും പെണ്ണിന്റെ പേരിൽ തന്നെ, പൗർണമി ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഒരെണ്ണം ഞങ്ങള് ടൗണിൽ കണ്ടു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാന്ന് വെക്കാം. പക്ഷെ തറവാടോ നല്ല ആദ്യത്തുള്ള കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്നാ എൻഡിആറിന്റെ ഡിമാൻഡ്. പരമാനന്ദ നേരെ ഒറ്റ നോടെ തന്നെ ആർക്കും തിരിച്ചറിയാം മഹാചറ്റയാണെന്ന്. ചെറ്റയുടെയും കുടിലിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോകണ്ട. വീട് കാണാതെ ആരെയും കല്യാണം ഉറപ്പിക്കുവോ? മുതലാളി സാരഥി പോലെ മണ്ടനൊന്നുമല്ല. സിനിമാക്കാർക്ക് ഷൂട്ടിംഗ് കൊടുക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ആൾതാമസമില്ലാത്തൊരു വീട് ഇവിടെ കുറച്ച് ദൂരമുണ്ട്. അതാണ് പെണ്ണിന്റെ വീട്. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നമ്മളെ നിർബന്ധിച്ച പരമാനന്ദൻ നായർ സ്വന്തം വീട് വിട്ട് ഷൂട്ടിംഗ് വീട്ടിൽ വന്ന് താമസിക്കുമോ? താമസിക്കും. അത്തേ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കും. നമുക്ക് നമ്മുടെ പഴയ വേഷം മതിയായിരുന്നു. എവിടുന്ന് കിട്ടിയടേ ഇത്? ഇത് ഇട്ടിട്ട് ദേഹം ആസകലം ചൊറിയുന്നു. അത് ശീലമില്ലാത്തോണ്ടാ. ഇത് കണ്ട് പറിച്ച് മാറ്റിക്കളാ. ഇനിതാ ഇന്ത്യ കിങ്സ് വലിച്ചാ മതി. പിന്നെ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടടാ കൊച്ചനെ. വലിയ മുതൽ മുടക്കില്ലാതെ എന്റെ മോളൊരു വലിയ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാ ഞാൻ ഈ വൃത്തികേടിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ പരമാനന്ദൻ നായരെ ആരും വേഷം കെട്ടിക്കാൻ നോക്കണ്ട. അത് പിന്നെ എനിക്ക് അറിയത്തില്ല ചേട്ടാ. എനക്ക് എന്തോ അറിയാം അവിടെ. അല്ല, പലതും അറിയാം. അതിന്റെ കൂടെ ഈ കല്യാണത്തിന് ശേഷം ഈ കള്ളത്തരം പൊളിഞ്ഞ് അതിന്റെ പേരിൽ അവിടെ സ്റ്റൗ അങ്ങാനും പൊട്ടി തെറിച്ചേടാ. ഞാൻ ആള് മക തൊട്ടിയാണെന്ന് അറിയാവില്ല. മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? നീ എന്തോടാ പറഞ്ഞേ? അല്ല, സത്യത്തിന്റെ മുഖം വെളിച്ചമാണെന്ന് ഞാൻ പറയായിരുന്നു ചേട്ടത്തിയുടെ അച്ഛാ. നീ ആള് കൊള്ളാമല്ലോ. താങ്ക് യു. എനിക്ക് പേടിയാവുന്നു. വല്ല കുഴപ്പമാവോ? എന്തോന്ന് കുഴപ്പം? ഇതിലും വലിയ കള്ളം പറഞ്ഞാ നിന്റെ അച്ഛൻ എന്നെ കിട്ടിയത്. ഇതൊക്കെ സാധാരണ നടക്കുന്നതാ. കാണുന്നില്ലല്ലോടെ. ഇനി ആ വക്കീല് വളച്ച് വേറെ വല്ല പെണ്ണിനെയും കാണിച്ചോ? വേറെ കാണിക്കാനാണെങ്കിൽ ഈ പാട് പെടണോ ഭാവിയിലെ ചേട്ടത്തിയുടെ അച്ഛാ? അയ്യോ, ദേ വരണുണ്ട്. ഞാൻ ഹോട്ടലിൽ ഒരു കൂട്ടുകാരൻ എടുത്തിട്ട് മുങ്ങിയതാ. ഞാനിവിടെയുള്ള കാര്യം മിണ്ടേക്കരുതേ. 10 പെറ്റവളോടാണോടെ കടിഞ്ഞു പേറിന്റെ കാര്യം പറയുന്നത്? ഞാൻ ഏറ്റെന്ന്. എന്നാ സുഖപ്രസവം ആശംസിക്കുന്നു. കൊളവാക്കല്ലേ?